നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. യുകെയിൽ കവൻട്രിയിൽ നിന്നും കാണാതായ തിരുവനന്തപുരം സ്വദേശി വിഷ്ണു ജയകുമാർ മരണപ്പെട്ട നിലയിൽ. മൃതദേഹം കണ്ടെടുത്തത് ഇന്നലെ വൈകുന്നേരത്തോടെ കവൻട്രി പട്ടണത്തിലെ സ്വാൻവെൽ തടാകത്തിൽ നിന്നും. അധികം ആഴമില്ലാത്ത തടാകത്തിൽ വിഷ്ണുവിന്റെ മൃതദേഹം കിടന്നിട്ടും അത് കണ്ടെത്താനാകാതെ പോയത് ബ്രിട്ടീഷ് പോലീസിന്റെ അനാസ്ഥ എന്ന ആക്ഷേപം ശക്തമാകും. സുഹൃത്തിനൊപ്പം പോയ വിഷ്ണുവിനെ കാണാനില്ല എന്നറിയുന്നത് 2 ദിവസത്തിനു ശേഷം. ബ്രിട്ടനിൽ മലയാളികളടക്കമുള്ള വിദേശികൾക്ക് സ്ഥിര താമസത്തിന് അപേക്ഷിക്കാനുള്ള 5 വർഷത്തെ കാലാവധി 10 വർഷമായി ഉയർത്താനുള്ള നീക്കത്തിനെതിരെ പാർലമെന്റിൽ കടുത്ത പ്രതിഷേധം. പാർലമെന്റിൽ ശക്തമായ ഭാഷയിൽ എതിർപ്പറിയിച്ച് ആഷ്ഫോർഡിൽ നിന്നുള്ള ലേബർ എംപിയും മുൻ NHS നഴ്സുമായ സോജൻ ജോസഫ്. 5 വർഷം കൊണ്ട് സ്ഥിരത കൈവരിക്കുമെന്ന് കരുതിയെത്തുന്നവർക്ക് കാലാവധി വർദ്ധിപ്പിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത് മാനസികവും സാമ്പത്തികവുമായ ഗുരുതര പ്രത്യാഘാതങ്ങൾ. കാനഡയിൽ ടൊറന്റോ പോലീസിലെ ചില ഉദ്യോഗസ്ഥർക്ക് വൻകിട ക്രിമിനൽ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തൽ. നഗരത്തിലെ ക്രിമിനൽ ശൃംഖലകളും ചില പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമെന്ന് റിപ്പോർട്ട്. പോലീസിന്റെ പക്കലുള്ള അതീവ രഹസ്യ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ ക്രിമിനലുകൾക്ക് ചോർത്തി നൽകി. സംഭവം വിവാദമായതോടെ കുറ്റാരോപിതരായ ഉദ്യോഗസ്ഥർക്കെതിരെ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചതായി ടൊറന്റോ പോലീസ്. ഇറാനും US-ഉം തമ്മിലുള്ള ആണവ ചർച്ചകൾ വെള്ളിയാഴ്ച ഒമാനിൽ വെച്ച് നടക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. ആണവ ചർച്ചകൾ ഒമാനിൽ വെച്ച് നടത്താമെന്ന് ഇറാൻ സമ്മതിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ച സാഹചര്യത്തിൽ. ചർച്ചകൾക്ക് മുന്നോടിയായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയോട് ഇറാനെ ആണവായുധം വികസിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന മുന്നറിയിപ്പ് നൽകി അമേരിക്കൻ പ്രസിഡന്റ്. ലൈംഗിക കടത്തുകേസിലെ മുഖ്യപ്രതി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ വിവാദ പ്രതികരണം. എപ്സ്റ്റീൻ വിഷയം വിട്ടുകളയേണ്ട സമയമായെന്ന് അമേരിക്കൻ പ്രസിഡന്റ്. വിഷയം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ ശ്രമം വിജയിക്കില്ല എന്നും അന്വേഷണം തുടരുമെന്നും കോൺഗ്രസ്. അന്വേഷണ നടപടികളിൽ തൃപ്തിയില്ല എന്ന് എപ്സ്റ്റീൻ ഇരകളിൽ ഒരാളായ ലിസ ഫിലിപ്സ്. ക്ലിന്റൺ ദമ്പതികളുടെ മൊഴിയിൽ എപ്സ്റ്റീൻ വിവാദം വീണ്ടും രാഷ്ട്രീയ ചൂടുപിടിക്കും. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രസംഗിക്കാൻ അനുവദിക്കാതെ വനിതാ എംപിമാർ. മോദിക്ക് പ്രസംഗിക്കാൻ സാധിക്കാതെ വന്നത് പ്രതിപക്ഷത്തെ വനിതാ എംപിമാരുടെ പ്രതിഷേധത്തെ തുടർന്ന്. കരസേനാ മുൻ മേധാവി MM നരവനെയുടെ ഓർമ്മക്കുറിപ്പിലെ വരികൾ വായിക്കാൻ രാഹുൽ ഗാന്ധിക്ക് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷ ബഹളം. വനിതാ എംപിമാരുടെ പ്രതിഷേധം ശരിയായത് ചെയ്യുക എന്നെഴുതിയ ബാനർ ഉയർത്തിപ്പിടിച്ച്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിൽ കഴിയുന്ന മുൻ തന്ത്രി കണ്ഠരര് രാജീവര് പണം നിക്ഷേപിച്ചുവെന്ന ആരോപണം ഉയർന്ന തിരുവല്ലയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ED പരിശോധന. ED പരിശോധന നടത്തിയത് നെടുമ്പറമ്പ് ഫിനാൻസ് എന്ന ധനകാര്യ സ്ഥാപനത്തിൽ. അന്വേഷണം തന്ത്രി കണ്ഠരര് രാജീവർക്ക് സ്ഥാപനത്തിൽ നിക്ഷേപമുണ്ടെന്ന CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനുവിന്റെ പരാമർശത്തിൽ. സ്ഥാപന ഉടമ NM രാജുവിന്റെ വീട്ടിലും ED പരിശോധന. ഫിനാൻസിൽ തന്ത്രി നിക്ഷേപിച്ചിരുന്നത് 2.5 കോടിയോളം രൂപ. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കട്ടിളപ്പാളി കേസിലും മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം. കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത് അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞ സാഹചര്യത്തിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് ജയിൽ മോചിതനാകും. കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത് കർശന ഉപാധികളോടെ. വാർത്തകൾ വിശദമായി. ശനിയാഴ്ച പുലർച്ചെ കമൻട്രിയിൽ നിന്നും കാണാതായി എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശി വിഷ്ണു ജയകുമാറിന്റെ മൃതദേഹം കവൻട്രി പട്ടണ നടുവിലെ ജലാശയമായ സ്വാൻവെൽ തടാകത്തിൽ നിന്നും ഇന്നലെ വൈകുന്നേരത്തോടെ കണ്ടെടുത്തു. കഴിഞ്ഞ 2 ദിവസമായി അരുതാത്തതൊന്നും സംഭവിക്കരുതേ എന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ച UK മലയാളികളെ തേടി ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ ആശുഭ വാർത്ത എത്തുകയായിരുന്നു. കഴിഞ്ഞ 3 ദിവസമായി അധികം ആഴമില്ലാത്ത തടാകത്തിൽ വിഷ്ണുവിന്റെ മൃതദേഹം കിടന്നിട്ടും അത് കണ്ടെത്താനാകാതെ പോയത് പോലീസ് അന്വേഷിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണെന്ന് സോഷ്യൽ മീഡിയയിൽ ഒട്ടേറെ ബ്രിട്ടീഷുകാർ പരാതിപ്പെടുന്നത് ബ്രിട്ടീഷ് പോലീസിന്റെ അനാസ്ഥയിലേക്ക് കൂടിയാണ് വിരൽ ചൂണ്ടുന്നത്. കവൻട്രിയിൽ ദുഷ്പേരിന് കുപ്രസിദ്ധി നേടിയ കസബ എന്ന അഡൽട്ട് ലൈസൻസ് ഉള്ള പബ്ബിലാണ് ശനിയാഴ്ച രാത്രി വിഷ്ണുവും ആന്ധ്ര സ്വദേശികളായ 2 ചെറുപ്പക്കാരും മദ്യപിക്കാനെത്തിയത്. കൂട്ടാളികളിൽ ഒരാൾ വിഷ്ണുവിന്റെ സഹതാമസക്കാരനും മറ്റൊരാൾ ഒരു തവണ മാത്രം കണ്ടുപരിചയമുള്ള ആളുമെന്നുമാണ് ലഭ്യമാകുന്ന സൂചന. വിഷ്ണു തിരികെ റൂമിൽ എത്തിയിട്ടില്ല എന്ന വിവരം കാണാതായി 2ാം നാളാണ് പുറത്തറിയുന്നത്. തിങ്കളാഴ്ച രാത്രി സ്പോട്ടഡ് കവൻട്രി സിറ്റി എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ പോസ്റ്റിട്ട വിഷ്ണുവിന്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി തന്നെയാണ് വീട്ടിൽ വിളിച്ച് വിവരം പറഞ്ഞതെന്ന് വിഷ്ണുവിന്റെ അച്ഛനും മുത്തച്ഛനും ഇന്നലെ രാത്രി തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഇയാൾ നൽകിയ വിവരങ്ങളിൽ പാകപ്പിഴ തോന്നിയപ്പോൾ അക്കാര്യം ചോദിച്ച വിഷ്ണുവിന്റെ അച്ഛനോട് വ്യക്തമായ ഉത്തരങ്ങളല്ല ആന്ധ്ര സ്വദേശി നൽകിയത്. ഇപ്പോൾ വിജിലൻസ് പോലീസും ഇതേക്കുറിച്ചുള്ള അന്വേഷണത്തിലാണെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. ലണ്ടൻ ഹൈക്കമ്മീഷൻ, വെസ്റ്റ് മിഡ്ലാൻഡ്സ് പോലീസ് ചീഫ്, കവൻട്രി എംപിമാരായ സാറ സുൽത്താന, കോളിൻ ഫ്ലൈച്ചർ, ടൈമോ ഓട്ടമേൽ, മലയാളി എംപിയായ സോജൻ ജോസഫ്, ബർമിംഗ്ഹാം ഇന്ത്യൻ കോൺസുലേറ്റ് എന്നിവരൊക്കെ ആറ്റിങ്ങൽ എംപിയായ അടൂർ പ്രകാശ് മുഖേന പരാതിയെ അറിയിക്കാനുള്ള ക്രമീകരണവും പൂർത്തിയായി. ശശി തരൂർ MP വഴിയും ഇന്ത്യൻ എംബസിയിൽ ബന്ധപ്പെടാനുള്ള ശ്രമം കുടുംബം നടത്തുന്നുണ്ട്. ബർമിംഗ്ഹാം കോൺസുലേറ്റ് ജനറൽ ഡോക്ടർ വെങ്കടാചലം മുരുകനെ സാഹചര്യങ്ങൾ ഇന്നലെ രാത്രി തന്നെ അറിയിച്ചിട്ടുമുണ്ട്. കുടുംബത്തിന്റെ പരാതി എത്തുന്നതോടെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. പബ്ബിൽ നടന്ന കാര്യങ്ങൾ എന്താണ് എന്ന് പോലീസ് അന്വേഷണത്തിൽ പുറത്തുവരേണ്ട കാര്യമായതിനാൽ വെളിപ്പെടുത്തൽ പരാതിയായി പോലീസിലെത്തിക്കാൻ
എത്തിക്കാനുള്ള ശ്രമമാണ് നടന്നുവരുന്നത്. UK-യിലെ നിയമരംഗത്തെ വിദഗ്ധരുടെ സേവനവും കുടുംബത്തിന് വേണ്ടി ലഭ്യമാക്കിയിട്ടുണ്ട്. നൂറുകണക്കിന് ആളുകൾ നിത്യവും എത്തുന്ന ഇവിടെ ഒരാളുടെ മൃതദേഹം എങ്ങനെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കിടന്നുവെന്ന ചോദ്യത്തിനും പോലീസ് ഉത്തരം നൽകണം. വിഷ്ണുവിന്റെ മൃതദേഹം പുറത്തെടുത്ത ശേഷം തടാകക്കരയിൽ ഒരു ടെന്റ് പോലും പോലീസ് സജ്ജീകരിച്ചിട്ടില്ല എന്നത് അതീവ ലജ്ജാകരമെന്നാണ് നാട്ടുകാർ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ UK-യിൽ ഇങ്ങനെയൊക്കെ എന്ന ചോദ്യവും ഇത്തരം നടപടികളിലൂടെ പോലീസ് ക്ഷണിച്ചു വരുത്തുകയാണ്. മരണം വിഷ്ണുവിനെ തേടി നേരത്തെ എത്തിക്കഴിഞ്ഞിരുന്നുവെങ്കിലും പരാതി കിട്ടിയപ്പോൾ പോലീസ് മനസ്സ് വെച്ചിരുന്നെങ്കിൽ ഒരു ദിവസം മുന്നെയെങ്കിലും മൃതദേഹം കണ്ടെത്താനാകുമായിരുന്നു എന്നും കുടുംബം പ്രിയപ്പെട്ടവരും നേരിട്ട പ്രയാസങ്ങൾക്ക് ആര് മറുപടി പറയുമെന്ന ചോദ്യവും എത്തി നിൽക്കുന്നത് വെസ്റ്റ് മിഡ്ലാൻഡ്സ് പോലീസിന് മുന്നിൽ തന്നെയാണ്. മലയാളികളടക്കമുള്ള വിദേശികൾക്ക് സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാനുള്ള 5 വർഷത്തെ കാലാവധി 10 വർഷമായി ഉയർത്താനുള്ള നീക്കത്തിനെതിരെ ബ്രിട്ടീഷ് പാർലമെന്റിലും കടുത്ത പ്രതിഷേധം. ആഷ്ഫോർഡിൽ നിന്നുള്ള ലേബർ എംപിയും മുൻ NHS നഴ്സുമായ സോജൻ ജോസഫ് ഈ നീക്കത്തിനെതിരെ പാർലമെന്റിൽ ശക്തമായ ഭാഷയിൽ സംസാരിച്ചു. NHS-ലും സോഷ്യൽ കെയർ രംഗത്തും രാപ്പകൽ അധ്വാനിക്കുന്ന വിദേശ തൊഴിലാളികൾക്ക് സ്ഥിരതാമസത്തിനുള്ള വഴി കടുപ്പിക്കുന്നത് അവരുടെ സേവനത്തോടുള്ള അവഹേളനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. 5 വർഷം കൊണ്ട് സ്ഥിരത കൈവരിക്കുമെന്ന് കരുതി എത്തുന്നവർക്ക് മേൽ കാലാവധി വർദ്ധിപ്പിക്കുന്നത് വലിയ മാനസികവും സാമ്പത്തികവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇത്തരം കർശന നിയമങ്ങൾ UK ഒരു ആകർഷകമായ തൊഴിലിടമല്ലാതാക്കി മാറ്റുമെന്നും മിടുക്കരായ ആരോഗ്യ പ്രവർത്തകർ മറ്റു രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ ഇത് കാരണമാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ലേബർ സർക്കാർ പരിഗണിക്കുന്ന ഈ നിർദ്ദേശം ഹെൽത്ത് കെയർ മേഖലയിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരെ പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്ക ശക്തമാണ്. നിലവിൽ സ്കിൽഡ് വർക്കർ, ഹെൽത്ത് ആൻഡ് കെയർ വിസകളിൽ എത്തുന്നവർക്ക് 5 വർഷത്തെ നിയമപരമായ താമസത്തിനു ശേഷം ILR-ന് അപേക്ഷിക്കാം. എന്നാൽ കുടിയേറ്റ നിയന്ത്രണങ്ങളുടെ ഭാഗമായി കാലാവധി 10 വർഷമാക്കി ഉയർത്തുന്നതിനെ കുറിച്ച് പാർലമെന്റിലെ കഴിഞ്ഞ 2 യോഗങ്ങളിൽ ചർച്ചകൾ നടന്നു. ഇംഗ്ലണ്ടിലെ ക്ലക്ടൺ ഓൺ സീയിൽ നിന്ന് നിരവധി പേർ ഒപ്പിട്ട് സമർപ്പിച്ച നിവേദനം വരുന്ന സമ്മേളനങ്ങൾ ഉയർത്തിക്കാണിക്കും. ലേബർ സർക്കാർ സ്കിൽഡ് വർക്കർ റൂട്ടിൽ ശമ്പള പരിധി ഉയർത്തിയത് ILR-ലേക്കുള്ള കുടിയേറ്റക്കാരുടെ യാത്ര കൂടുതൽ വിഷമകരമാക്കിയിട്ടുണ്ട്. മീഡിയം സ്കിൽഡ് ജോലികളെ വിസ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ILR അർഹത നേടുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടാക്കുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ടൊറന്റോ പോലീസിലെ ചില ഉദ്യോഗസ്ഥർക്ക് വൻകിട ക്രിമിനൽ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തൽ. നഗരത്തിലെ ക്രിമിനൽ ശൃംഖലകളും ചില പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമാണ് അന്വേഷണത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. പോലീസിന്റെ പക്കലുള്ള അതീവ രഹസ്യ വിവരങ്ങൾ ഈ ഉദ്യോഗസ്ഥർ ക്രിമിനലുകൾക്ക് ചോർത്തി നൽകിയതായാണ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. പോലീസിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി അറിഞ്ഞ കുറ്റവാളികൾ ഇതുവഴി നിയമത്തിന്റെ പിടിയിൽപ്പെടാതെ പലതവണ രക്ഷപ്പെട്ടതായും സൂചനകളുണ്ട്. സംഭവം വിവാദമായതോടെ കുറ്റാരോപിതരായ ഉദ്യോഗസ്ഥർക്കെതിരെ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചതായി ടൊറന്റോ പോലീസ് സർവീസ് അറിയിച്ചു. ഇതിനോടകം തന്നെ ചില ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. തെളിവുകൾ പുറത്തുവരുന്ന മുറയ്ക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടാകാനാണ് സാധ്യത. വെറും വിവരങ്ങൾ ചോർത്തുക മാത്രമല്ല, ലഹരി മരുന്ന് കടത്ത്, അനധികൃത ചൂതാട്ടം തുടങ്ങിയ മാഫിയ പ്രവർത്തനങ്ങളിലും ഈ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് സേനയുടെ അന്തസ്സ് വീണ്ടെടുക്കാൻ കുറ്റക്കാർക്കെതിരെ ദാക്ഷിണ്യമില്ലാത്ത നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ്. സേനയ്ക്ക് പുറത്തുള്ള ഏജൻസികളെ കൊണ്ട് നിഷ്പക്ഷമായ അന്വേഷണം നടത്തണമെന്നും നഗരത്തിലെ സാമൂഹ്യ നേതാക്കൾ ആവശ്യപ്പെടുന്നു. ഏത് അന്വേഷണത്തോടും പൂർണ്ണമായി സഹകരിക്കുമെന്ന് പോലീസ് മേധാവികൾ അറിയിച്ചിട്ടുണ്ട്. UK-യിൽ ഇനി വരുന്നത് കനത്ത മഞ്ഞുവീഴ്ചയെന്ന് കാലാവസ്ഥാ നിരീക്ഷകരുടെ മുന്നറിയിപ്പ്. ഫെബ്രുവരി 15-ന് സ്കോട്ട്ലൻഡ്, ഇംഗ്ലണ്ട്, വെയിൽസ്, നോർത്തേൺ അയർലൻഡ് എന്നിവിടങ്ങളിൽ മിക്ക പ്രദേശങ്ങളിലും മഞ്ഞുവീഴ്ചയുണ്ടാകുമെന്നാണ് GFS വെതർ മോഡൽ പറയുന്നത്. ചില പ്രദേശങ്ങളിൽ കനത്ത മഴയും അനുഭവപ്പെടും. ചക്രവാതങ്ങളുടെ സ്വാധീനം ഫെബ്രുവരി പകുതിക്ക് ശേഷമുള്ള ബ്രിട്ടനിലെ കാലാവസ്ഥയിൽ അതിശക്തമായിരിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അറ്റ്ലാന്റിക്കിൽ എത്തുന്ന ശീതവായു പ്രവാഹം ബ്രിട്ടീഷ് അന്തരീക്ഷത്തിലേക്ക് കടക്കുന്നതോടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഞായറാഴ്ച രാവിലെ മുതൽ തന്നെ മഞ്ഞുവീഴ്ച അനുഭവപ്പെടും. അന്നേ ദിവസം ഉച്ചയോടെ ഈ വായു പ്രവാഹം കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് നീങ്ങാൻ ആരംഭിക്കും. ഉച്ചയോടെ മധ്യമേഖലയിലും കിഴക്കൻ മേഖലയിലും മഞ്ഞുവീഴ്ച ആരംഭിക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ലണ്ടൻ, മാഞ്ചസ്റ്റർ, ബർമിംഗ്ഹാം, കാർഡിഫ്, എഡിൻബർഗ്, ഗ്ലാസ്ഗോ തുടങ്ങിയ നഗരങ്ങളെല്ലാം മഞ്ഞുവീഴ്ച അനുഭവപ്പെടും. അടുത്തിടെ കൊടുങ്കാറ്റിൽ തുടർന്ന് രാജ്യത്തെ താപനില കൂപ്പുകുത്തിയിരുന്നു. ജനുവരി മാസത്തിൽ ഇതുവരെ ഇല്ലാത്ത ഈർപ്പമേറിയ അവസ്ഥയാണ് രേഖപ്പെടുത്തിയത്. കാനഡയിലെ ഒന്റാരിയോ പ്രവിശ്യയിൽ 14 മുതൽ 20 വയസ്സ് വരെയുള്ള യുവാക്കൾക്കിടയിൽ സൈക്കോസിസ്, സ്കീസോഫ്രീനിയ തുടങ്ങിയ ഗുരുതരമായ മാനസിക രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നതായി പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. കനേഡിയൻ മെഡിക്കൽ അസോസിയേഷൻ ജേണലിലാണ് ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. 1960 മുതൽ 2009 വരെ ജനിച്ച 1.2 കോടിയിലധികം നിവാസികളുടെ 30 വർഷത്തെ ആരോഗ്യ വിവരങ്ങളാണ് വിശകലനം ചെയ്ത റിപ്പോർട്ട് തയ്യാറാക്കിയത്. പഠനമനുസരിച്ച് 14-20 പ്രായപരിധിയിലുള്ളവർക്കിടയിൽ ഇത്തരം രോഗനിർണയ നിരക്ക് 60% വർദ്ധിച്ചതായി കണ്ടെത്തി. എന്നാൽ 21 മുതൽ 50 വയസ്സ് വരെയുള്ളവരിൽ ഈ നിരക്ക് മാറ്റമില്ലാതെ തുടരുകയോ കുറയുകയോ ആണ് ചെയ്തത്. ഈ പ്രവണത യുവാക്കളുടെ മാനസികാരോഗ്യ രംഗത്ത് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. കാനഡയിലെ ജനസംഖ്യയിൽ ഏകദേശം 1% പേരെ ബാധിക്കുന്ന ജീവിതകാലം മുഴുവൻ നീണ്ടുനിൽക്കുന്ന ഒരു അവസ്ഥയാണ് സ്കീസോഫ്രീനിയ. ഈ ലക്ഷണങ്ങൾ നേരത്തെ കണ്ടെത്തുന്നത് ചികിത്സ കൂടുതൽ ഫലപ്രദമാക്കാൻ സഹായിക്കുമെന്ന് ഡോക്ടർമാർ പറയുന്നു. കഞ്ചാവിന്റെ ഉപയോഗം, മറ്റു ലഹരി മരുന്നുകൾ, കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദങ്ങൾ എന്നിവ രോഗകാരണങ്ങളായേക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. യുവാക്കളിലും കുറഞ്ഞ വരുമാനമുള്ള ചുറ്റുപാടുകളിൽ കഴിയുന്നവരിലുമാണ് ഈ രോഗം കൂടുതലായി കണ്ടുവരുന്നത്. ഡെൻമാർക്ക്, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലും സമാനമായ രീതിയിൽ രോഗബാധിതരുടെ എണ്ണം കൂടുന്നതായി റിപ്പോർട്ടുകളുണ്ട്. കൃത്യമായ കാരണം എപ്പോഴും വ്യക്തമല്ല എങ്കിലും രോഗം ബാധിച്ചവർക്ക് നേരത്തെ ലഭിക്കുന്ന സഹായവും പിന്തുണയും ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു.
ഇറാനും യുഎസും തമ്മിലുള്ള ആണവ ചർച്ചകൾ വെള്ളിയാഴ്ച ഒമാനിൽ വെച്ച് നടക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ആണവ ചർച്ചകൾ ഒമാനിൽ വെച്ച് നടത്താമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി സമ്മതിച്ചത്. നേരത്തെ തുർക്കിയിൽ വെച്ച് ചർച്ചകൾ നടക്കുമെന്നായിരുന്നു രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ ഒമാനിൽ വെച്ച് ചർച്ച മതിയെന്ന് യുഎസ് നിർദ്ദേശിക്കുകയായിരുന്നു. അതേസമയം ആണവ ചർച്ചകൾക്ക് മുന്നോടിയായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക് മുന്നറിയിപ്പുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി. ഖമേനി വളരെയധികം ആശങ്കാകുലനാണെന്നാണ് ട്രംപ് പറഞ്ഞത്. ഇറാനെ ആണവായുധം വികസിപ്പിക്കാൻ അനുവദിക്കില്ല എന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ആണവ ചർച്ച വിജയിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും എന്നാൽ മേഖലയിലെ അറബ് നേതാക്കളോടുള്ള ബഹുമാനം കണക്കിലെടുത്താണ് ചർച്ചയുമായി മുന്നോട്ട് പോകുന്നതെന്നുമാണ് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതേസമയം ചർച്ചയിൽ ആണവ കരാറിന് പുറമെ മേഖലയിലെ സംഘർഷവും ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങളും ചർച്ചയാകുമെന്ന് മാർക്കോ റൂബിയോ വ്യക്തമാക്കി. വ്യാപാര കരാർ ഉറപ്പാക്കിയതിനു പിന്നാലെ ചൈനയുടെ ആഗോളാധിപത്യം ചെറുക്കാൻ ലക്ഷ്യമിട്ടുള്ള യുഎസിന്റെ നിർണായക ധാതു സഖ്യത്തിലേക്ക് ഇന്ത്യയും നീങ്ങുന്നു. ട്രംപ് ഭരണകൂടം സംഘടിപ്പിച്ച ക്രിട്ടിക്കൽ മിനറൽസ് മന്ത്രിസഭാ സമ്മേളനത്തിൽ ഇന്ത്യ ഉൾപ്പെടെ 54 രാജ്യങ്ങൾ പങ്കെടുത്തു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമ്മേളനത്തിൽ പങ്കാളിയായി. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ നേതൃത്വത്തിലാണ് സമ്മേളനം നടന്നത്. പുതിയ ക്രിട്ടിക്കൽ മിനറൽസ് ട്രേഡിംഗ് സോണിന്റെ രൂപരേഖ യുഎസ് വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് വിശദീകരിച്ചു. വൈവിധ്യമാർന്ന ഉൽപാദന കേന്ദ്രങ്ങളും സുരക്ഷിത നിക്ഷേപ സാഹചര്യങ്ങളും ബാഹ്യ തടസ്സങ്ങൾക്ക് വിധേയമാക്കാത്ത വിതരണ ശൃംഖലകളും സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് വാൻസ് പറഞ്ഞു. തന്റെ യുഎസ് സന്ദർശനത്തിന്റെ പ്രധാന ലക്ഷ്യം ഈ സമ്മേളനമായിരുന്നുവെന്ന് ജയശങ്കർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ക്രിട്ടിക്കൽ മിനറൽസ് മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട ഫോറം ഓൺ റിസോഴ്സ് ജിയോ സ്ട്രാറ്റജിക് എൻഗേജ്മെന്റ് എന്ന സംരംഭത്തിന് ഇന്ത്യ പിന്തുണ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിർണായക ധാതുക്കളുടെ ഉൽപാദനവും വിതരണവും ഏതാനും രാജ്യങ്ങളിൽ കേന്ദ്രീകരിക്കും അപകട സാധ്യതകളും രാജ്യാന്തര സഹകരണത്തിലൂടെ വിതരണ ശൃംഖലകൾ സുരക്ഷിതമാക്കേണ്ടതിന്റെ ആവശ്യകതയും ജയശങ്കർ ചൂണ്ടിക്കാട്ടി. ക്രിട്ടിക്കൽ മിനറൽസ് റെയർ എർത്ത് മേഖലകളിൽ ചൈനയ്ക്ക് വൻ മേൽക്കോയ്മയാണ് ഉള്ളത്. യുഎസ് നിർണായകമെന്ന് വിശേഷിപ്പിച്ച 30 ധാതുക്കളുടെ ഉൽപാദനത്തിൽ ചൈന മുൻപന്തിയിലുണ്ട്. ആഗോള റെയർ എർത്ത് ഖനനത്തിന്റെ ഏകദേശം 70% പ്രോസസിംഗ് ശേഷിയുടെ 90%-ലധികവും ചൈനയുടെ നിയന്ത്രണത്തിലാണ്. ഇതിനിടെയാണ് ഇന്ത്യയും റെയർ എർത്ത് മേഖലയിൽ ശക്തമായ നടപടികൾ പ്രഖ്യാപിച്ചത്. ഫെബ്രുവരി 1 അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിൽ ആന്ധ്രാപ്രദേശ്, കേരളം, തമിഴ്നാട്, ഒഡീഷ തുടങ്ങിയ ധാതു സമ്പന്ന സംസ്ഥാനങ്ങളിൽ പ്രത്യേക റെയർ എർത്ത് ഇടനാഴികൾ വികസിപ്പിക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചു. സെമി കണ്ടക്ടർ മേഖലയിലെ ചൈനയുടെ ആധിപത്യം തകർക്കാൻ ലക്ഷ്യമിട്ട ഇന്ത്യൻ സെമി കണ്ടക്ടർ മിഷൻ 2.0 പ്രഖ്യാപനവും ശ്രദ്ധേയമായി. യുഎസുമായുള്ള വ്യാപാര കരാറിന് പിന്നാലെയാണ് ഇന്ത്യ ഈ നിർണായക ധാതു സഖ്യത്തിൽ ചേരുന്നത് എന്നത് പ്രത്യേക പ്രാധാന്യം നേടുന്നു. കരാറിന്റെ ഭാഗമായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള യുഎസ് തീരുവ 50%-ൽ നിന്ന് 18% കുറച്ചിരുന്നു. വ്യാപാര കരാറിന് പിന്നാലെ ക്രിട്ടിക്കൽ മിനറൽസ് രംഗത്ത് യുഎസിനൊപ്പം ഇന്ത്യ കൈകോർക്കുന്നത് വെറും സാമ്പത്തിക തീരുമാനമല്ല, ദീർഘകാല തന്ത്രപരമായ നീക്കമാണ്. ചൈനയുടെ നിയന്ത്രണത്തിലുള്ള ധാതു വിതരണ ശൃംഖലകൾ ഭാവിയിൽ ഇന്ത്യയുടെ സാങ്കേതികവും വ്യവസായപരവുമായ വളർച്ചയ്ക്ക് വെല്ലുവിളിയാകുമെന്ന തിരിച്ചറിവാണ് ഈ നിലപാടിന് പിന്നിൽ. ലൈംഗിക കടത്തുകേസിലെ മുഖ്യപ്രതി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ ആ വിഷയം വിട്ട് രാജ്യം ഇനി മുന്നോട്ട് പോകേണ്ട സമയമാണ് എന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. എന്നാൽ വിഷയത്തിൽ കോൺഗ്രസ് അന്വേഷണം തുടരുന്നതിനാൽ വിവാദം ഉടൻ അവസാനിക്കില്ല എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. എപ്സ്റ്റീൻ കേസുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രേഖകൾ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം. എന്നാൽ പുതിയ കേസുകൾക്ക് വഴിയൊരുക്കുന്ന തെളിവുകൾ ലഭിച്ചിട്ടില്ല എന്ന് ഡെപ്യൂട്ടി അറ്റോർണി ജനറൽ ടോഡ് ബ്ലാഞ്ച് വ്യക്തമാക്കി. അതേസമയം ഹൌസ് ഓഫ് റെപ്രസെന്റേറ്റീവ് സ്വന്തം അന്വേഷണം തുടരുകയാണ്. മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റനും മുൻ വിദേശകാര്യ സെക്രട്ടറി ഹിലാരി ക്ലിന്റനും ഈ മാസം അവസാനം കോൺഗ്രസിന് മുന്നിൽ മൊഴി നൽകാനിരിക്കുകയാണ്. എപ്സ്റ്റീൻ ഇരകളും ചില നിയമനിർമ്മാതാക്കളും കൂടുതൽ രേഖകൾ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പുറത്തുവിട്ട ഫയലുകളിൽ ട്രംപിന്റെ പേര് 6000 തവണയ്ക്ക് മേൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിനെതിരെ നേരിട്ടുള്ള കുറ്റം തെളിയിക്കുന്ന രേഖകളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ട്രംപും എപ്സ്റ്റീനും 1990-കളിൽ അടുത്ത ബന്ധത്തിലായിരുന്നുവെന്നും പിന്നീട് ബന്ധം വിച്ഛേദിച്ചതായും രേഖകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ചില ഇമെയിലുകളും FBI-ക്ക് ലഭിച്ച സ്ഥിരീകരിക്കാത്ത പരാതികളും വീണ്ടും വിവാദത്തിന് ഇടയാക്കിയിട്ടുണ്ട്. എപ്സ്റ്റീനുമായി ബന്ധമുണ്ടായിരുന്ന മുൻ ബ്രിട്ടീഷ് രാജകുടുംബാംഗം പ്രിൻസ് ആൻഡ്രൂ, മുൻ യുഎസ് ട്രഷറി സെക്രട്ടറി ലാറി സമേഴ്സ് തുടങ്ങിയവർക്ക് ഇതിനകം തന്നെ തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ട്. അതേസമയം ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് എല്ലാ രേഖകളും പുറത്തുവിട്ടിട്ടില്ല എന്നാരോപിച്ച് ഡെമോക്രാറ്റുകൾ രംഗത്തെത്തി. ട്രംപിനെ പരാമർശിക്കുന്ന എല്ലാ ഫയലുകളും പുറത്തുവിട്ടോ എന്ന് സെനറ്റ് ന്യൂനപക്ഷ നേതാവ് ചക് ഷൂമർ ചോദിച്ചു. അന്വേഷണ നടപടികളിൽ തൃപ്തിയില്ല എന്ന് എപ്സ്റ്റീൻ ഇരകളിൽ ഒരാളായ ലിപ്സ ഫിലിപ്സ് അറിയിച്ചു. നമ്മൾ പോരാട്ടം അവസാനിപ്പിക്കില്ല എന്നും അവർ പറഞ്ഞു. വിഷയം അവസാനിപ്പിക്കാൻ ട്രംപ് ശ്രമിക്കുന്നുണ്ടെങ്കിലും കോൺഗ്രസ് അന്വേഷണം, ക്ലിന്റൺ ദമ്പതികളുടെ മൊഴി, കൂടുതൽ രേഖകൾ പുറത്തുവരാനുള്ള സാധ്യത എന്നിവയോട് എപ്സ്റ്റീൻ വിവാദം വീണ്ടും രാഷ്ട്രീയ ചൂട് വർദ്ധിപ്പിക്കാനാണ് സാധ്യത. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ. 2024-ൽ ഫ്ലോറിഡയിലെ ഗോൾഫ് കോഴ്സിൽ വെച്ച് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ച കേസിലാണ് വിധി പ്രഖ്യാപനമുണ്ടായത്. റയാൻ റോത്ത് എന്നയാളാണ് പ്രതി. പ്രതി ചെയ്ത കുറ്റം ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല എന്ന് ഫെഡറൽ പ്രോസിക്യൂട്ടർ വ്യക്തമാക്കിയതിനു പിന്നാലെയായിരുന്നു ശിക്ഷാവിധി.
60 വയസ്സുകാരനായ ട്രൗത്ത് 2024 സെപ്റ്റംബറിൽ ഫ്ലോറിഡയിലെ ട്രംപ് ഇന്റർനാഷണൽ ഗോൾഫ് ക്ലബ്ബിൽ ഒളിച്ചിരുന്ന സൈനിക നിലവാരത്തിലുള്ള SKF റൈഫിൾ ഉപയോഗിച്ച് ആക്രമണം നടത്താൻ ശ്രമിച്ചു എന്നാണ് കേസ്. അന്വേഷണ വിഭാഗം ഇടപെട്ടതോടെയാണ് ശ്രമം പരാജയപ്പെട്ടത്. പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥിയെ വധിക്കാൻ ശ്രമിച്ചതുൾപ്പെടെ 5 കുറ്റങ്ങളാണ് ജൂറി ചൌത്തിനെ കുറ്റക്കാരനായി കണ്ടെത്തിയത്. മാസത്തോളം ചെയ്ത് ട്രംപിനെ കൊല്ലാൻ ശ്രമിച്ചു. വഴിയിൽ വരുന്ന ആരെയും കൊല്ലാൻ പ്രതി തയ്യാറായിരുന്നു എന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ജീവപര്യന്തം തടവാണ് സർക്കാർ ആവശ്യപ്പെട്ടത്. സ്വയം അഭിഭാഷകനായി ഹാജരായ റൌത്ത് വിചാരണയ്ക്കിടെ ആക്രമണ ഉദ്ദേശമില്ലായിരുന്നുവെന്നും പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു എന്നുമാണ് വാദിച്ചത്. കുറ്റക്കാരനായി കണ്ടെത്തിയ ശേഷം ജൂറിയുടെ മുന്നിൽ പേന കൊണ്ട് സ്വയം പരിക്കേൽപ്പിക്കാൻ പോലും ഇയാൾ ശ്രമിച്ചു. ഇപ്പോൾ നിയോഗിക്കപ്പെട്ട അഭിഭാഷകൻ 27 വർഷത്തെ തടവ് ശിക്ഷ മതിയെന്ന ആവശ്യം ഉന്നയിച്ചു. മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന റിപ്പോർട്ടും റൌത്ത് കോടതിയിൽ സമർപ്പിച്ചു. അതേസമയം ഇയാൾക്ക് പശ്ചാത്താപമില്ല എന്നും അടുത്ത കാലത്തും ട്രംപിനെതിരെ വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. ട്രംപ് നിയമിച്ച ജഡ്ജിയായ ഐലിൻ കാനനാണ് ശിക്ഷ വിധിച്ചത്. ജഡ്ജിയെ മാറ്റണമെന്ന റൌത്തിന്റെ ആവശ്യം കോടതി തള്ളിയിരുന്നു. US ഡിസ്ട്രിക്ട് ജഡ്ജി ഐലിൻ കാനനാണ് വിധി പ്രഖ്യാപിച്ചത്. പരോളില്ലാത്ത ജീവപര്യന്തമാണ് പ്രതി അനുഭവിക്കേണ്ടത്. ഇതോടൊപ്പം തോക്ക് കേസിൽ 7 വർഷം തടവും അനുഭവിക്കണം. മറ്റു 3 കുറ്റകൃത്യങ്ങൾക്കുള്ള ശിക്ഷകൾ ഇതോടൊപ്പം അനുഭവിച്ചാൽ മതി. സെപ്റ്റംബറിൽ റയാൻ റൂത്ത് കുറ്റക്കാരനാണ് എന്ന് ജൂറി അംഗങ്ങൾ കണ്ടെത്തിയിരുന്നു. പിന്നാലെ ഇയാൾ കോടതി മുറിയിൽ വെച്ച് സ്വയം കുത്തി പരിക്കേൽപ്പിക്കാൻ ശ്രമം നടത്തിയിരുന്നു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 122.86 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.15 യൂറോ. ഒരു US ഡോളർ 90.21 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 106.4 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.36 US ഡോളർ. ഒരു കനേഡിയൻ ഡോളർ 65.9 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേളയ്ക്കു ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രസംഗിക്കാൻ സാധിക്കാതെ വന്നത് പ്രതിപക്ഷത്തെ വനിതാ എംപിമാരുടെ പ്രതിഷേധത്തെ തുടർന്നു. കരസേനാ മുൻ മേധാവി MM നരവനെയുടെ ഓർമ്മക്കുറിപ്പിലെ വരികൾ വായിക്കാൻ രാഹുൽ ഗാന്ധിക്ക് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം ബഹളം വെച്ചിരുന്നു. ബുധനാഴ്ച പലതവണ നിർത്തിവെക്കേണ്ടി വന്ന സഭ വൈകുന്നേരം 5-ന് പ്രധാനമന്ത്രി സംസാരിക്കാനെത്തുന്നതിന് തൊട്ടു മുൻപ് വീണ്ടും ചേർന്നുവെങ്കിലും പ്രതിപക്ഷത്തെ വനിതാ എംപിമാരായ വർഷ ഗേദ്വാൾ, ജ്യോതിമണി എന്നിവർ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ഭരണകക്ഷി അംഗങ്ങൾ കസേരയിലേക്ക് കയറുന്നത് തടയുകയായിരുന്നു. ശരിയായത് ചെയ്യുക എന്നെഴുതിയ ബാനർ ഉയർത്തിപ്പിടിച്ചായിരുന്നു വനിതാ എംപിമാരുടെ പ്രതിഷേധം. കഴിഞ്ഞ ദിവസം 8 പ്രതിപക്ഷ എംപിമാരെ സ്പീക്കർ ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ചായിരുന്നു വനിതാ എംപിമാരുടെ പ്രതിഷേധമുണ്ടായത്. പിന്നാലെ സ്പീക്കറുടെ ചുമതലയുണ്ടായിരുന്ന സന്ധ്യ റായ് തുടർ നടപടികൾ നിർത്തിവെച്ചു. അതേസമയം വനിതാ എംപിമാരുടെ പ്രതിഷേധത്തെ വിമർശിച്ച് ഭരണപക്ഷം രംഗത്തെത്തി. വളരെ ാണ് വനിതാ എംപിമാർ പ്രധാനമന്ത്രിയുടെ ഇരിപ്പിടത്തിന് ചുറ്റും നിന്നത് എന്നായിരുന്നു ആരോപണം. ഉച്ചയോടെ സഭ വീണ്ടും ചേർന്നപ്പോൾ 2020 ചൈനീസ് പ്രതിസന്ധിയെക്കുറിച്ച് പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കിയിരുന്നു. ഇതിനിടെ ഉണ്ടായ ബഹളത്തെ തുടർന്ന് സഭ വീണ്ടും നിർത്തിവെക്കുകയും പ്രധാനമന്ത്രിയുടെ പ്രസംഗം റദ്ദാക്കുകയുമായിരുന്നു. അതേസമയം നന്ദി പ്രമേയം ലോക്സഭ ഇതുവരെ പാസാക്കിയിട്ടില്ല. വ്യാഴാഴ്ച സഭ ചേരുമ്പോൾ പ്രമേയം പാസാക്കാനാണ് ഭരണപക്ഷത്തിന്റെ നീക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 3 മാസം ബാക്കി നിൽക്കെ കൂടുതൽ സൗജന്യ വാഗ്ദാനങ്ങളുമായി അണ്ണാ DMKയുടെ 2ാം ഘട്ട പ്രകടന പത്രിക. റേഷൻ കാർഡ് ഉടമകൾക്ക് വർഷത്തിൽ 3 പാചകവാതക സിലിണ്ടറുകൾ സൗജന്യമായി നൽകുമെന്നും വിദ്യാഭ്യാസ വായ്പ എഴുതിത്തള്ളുമെന്നുമാണ് അണ്ണാ DMK ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി പുറത്തിറക്കിയ 2ാം പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം. വാർദ്ധക്യകാല പെൻഷൻ 1000 രൂപയിൽ നിന്ന് 2000 രൂപയാക്കൽ, ജല്ലിക്കെട്ടിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 10 ലക്ഷം രൂപ ധനസഹായം, ഭിന്നശേഷിക്കാരുടെ കടം എഴുതിത്തള്ളും തുടങ്ങിയ വാഗ്ദാനങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ കടമാണ് എഴുതിത്തള്ളുക. തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരുന്നതിനാൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വായ്പ തിരിച്ചടയ്ക്കാനാകാതെ ബുദ്ധിമുട്ടുകയാണ്. അഭ്യസ്ത വിദ്യയിലുള്ള ദുരിതം മനസ്സിലാക്കിയാണ് വായ്പ എഴുതിത്തള്ളുന്നതെന്ന് പളനിസ്വാമി അറിയിച്ചു. ജോലി കിട്ടാത്തവരുടെ കുടുംബം ജീവിതകാലം മുഴുവൻ വായ്പ തിരിച്ചടക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മികച്ച ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള സാഹചര്യം സൃഷ്ടിച്ചെടുക്കുമെന്നും എടപ്പാടി പളനിസ്വാമി പറഞ്ഞു. വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും നൽകിയ വാഗ്ദാനം പാലിക്കുന്നതിൽ DMK സർക്കാർ പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ബസ്സുകളിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സൗജന്യ യാത്ര വാഗ്ദാനം ചെയ്തിരുന്നു. ഗ്രാമങ്ങളിൽ വീടില്ലാത്തവർക്ക് സ്ഥലം വാങ്ങി സർക്കാർ വീട് വെച്ച് നൽകുമെന്നും നഗരങ്ങളിൽ പാവപ്പെട്ടവർക്കായി ബഹുനില കെട്ടിടങ്ങൾ നിർമ്മിക്കുമെന്നും അറിയിച്ചിരുന്നു. ഇവർക്ക് ഫ്ളാറ്റുകൾ നൽകുമെന്നും തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം വർഷത്തിൽ 150 ദിവസം തൊഴിൽ നൽകുമെന്നും അറിയിച്ചിരുന്നു. പ്രമുഖ വ്യവസായി CJ റോയിയുടെ ആത്മഹത്യയെക്കുറിച്ച് അന്വേഷിക്കുന്ന കർണാടക പോലീസിന്റെ SIT സംഘം കൊച്ചിയിലെത്തി. കൊച്ചിയിലെത്തി തെളിവെടുപ്പ് നടത്തുന്ന സംഘം കേരളത്തിലെ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഇടപാടുകളടക്കം പരിശോധിക്കും. ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡിന് പിന്നാലെ ബാംഗ്ലൂരുവിലെ പ്രമുഖ ആശുപത്രിയിൽ റോയ് വിഷാദത്തിന് ചികിത്സ തേടിയതിന്റെ വിവരങ്ങളും SITക്ക് ലഭിച്ചിരുന്നു. സാമ്പത്തിക ഇടപാടുകൾ, ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്നിവയ്ക്ക് പുറമെ വിഷാദ രോഗത്തിന് ചികിത്സ തേടാനുള്ള കാരണങ്ങളും SIT അന്വേഷിക്കുന്നുണ്ട്. 4 മാസത്തിലേറെയായി റോയ് വിഷാദ രോഗത്തിന് ചികിത്സ തേടിയിരുന്നുവെന്ന വിവരം കുടുംബാംഗങ്ങളാണ് SITക്ക് നൽകിയത്. ബാംഗ്ലൂരു ജയനഗർ 8 ബ്ലോക്കിലെ പ്രമുഖ ആശുപത്രിയിലായിരുന്നു ചികിത്സ. അടുത്തിടെ കോൺഫിഡന്റ് ഗ്രൂപ്പിലെ ചില പ്രോജക്ടുകളിൽ തിരിച്ചടി നേരിട്ടിരുന്നു. പ്രോജക്ടുകളിൽ നിക്ഷേപം നടത്തിയ ചിലർ തുടർച്ചയായി പണം തിരികെ ചോദിച്ചതും റോയിയെ പ്രതിസന്ധിയിലാക്കി. കടം വാങ്ങാതെയാണ് പ്രോജക്ടുകൾ നടപ്പാക്കുന്നതെന്ന് റോയ് പലതവണ പറഞ്ഞിരുന്നു. ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുന്ന പതിവുമില്ല. ഇതൊന്നുമില്ലാതെ വമ്പൻ പ്രോജക്ടുകൾക്ക് എങ്ങനെയാണ് റോയ് പണം കണ്ടെത്തിയിരുന്നത് എന്നതും SIT സംഘം പരിശോധിക്കും.
ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിൽ കഴിയുന്ന ശബരിമല മുൻ തന്ത്രി കണ്ഠരര് രാജീവര് പണം നിക്ഷേപിച്ചുവെന്ന ആരോപണം ഉയർന്ന തിരുവല്ലയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ഇഡി പരിശോധന. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവർക്ക് നെടുമ്പറമ്പ് ഫിനാൻസ് എന്ന ധനകാര്യ സ്ഥാപനത്തിൽ നിക്ഷേപമുണ്ടെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനു ആരോപിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് സ്ഥാപനത്തിൽ ഇഡി പരിശോധന നടത്തുന്നത്. സ്ഥാപനത്തിന്റെ ഉടമ NM രാജുവിന്റെ വീട്ടിലും ഇഡി പരിശോധന നടത്തുന്നുണ്ട്. 2.5 കോടി രൂപയോളം തന്ത്രി കണ്ഠരര് രാജീവർ നെടുമ്പറമ്പ് ഫിനാൻസിൽ നിക്ഷേപിച്ചിരുന്നു. പിന്നീട് സ്ഥാപനം പൂട്ടിപ്പോയെങ്കിലും പരാതി നൽകാനോ പോലീസിനെ സമീപിക്കാനോ തന്ത്രി തയ്യാറായിരുന്നില്ല. ഇതാണ് സംശയത്തിന് ഇടയാക്കിയത്. അതോടൊപ്പം പത്തനംതിട്ട MP ആന്റോ ആന്റണി 2.5 കോടി രൂപയുടെ നിക്ഷേപം പിൻവലിച്ചതായും KP ഉദയഭാനു ആരോപിച്ചിരുന്നു. ഇതും സംശയത്തിന് വഴിവെച്ചിരുന്നു. കേരള കോൺഗ്രസ് M പത്തനംതിട്ട മുൻ ജില്ലാ പ്രസിഡന്റ് NM രാജു നടത്തിയ സ്ഥാപനമാണ് നെടുമ്പറമ്പിൽ ഫിനാൻസ്. മുൻപ് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ MN രാജു അറസ്റ്റിലായിരുന്നു. നേരത്തെ തന്നെ സ്ഥാപനത്തിനെതിരെ നിരവധി പരാതികൾ ഉയരുകയും അന്വേഷണം നടക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് MN രാജുവിന്റെ അറസ്റ്റ് നടന്നത്. സ്ഥാപനം പൂട്ടിപ്പോയി എന്ന് പറയുമ്പോഴും നിലവിൽ ചില ജീവനക്കാർ ജോലി ചെയ്യുകയും പ്രവർത്തനങ്ങൾ ഭാഗികമായി നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുകൂടി കണക്കിലെടുത്താണ് റെയ്ഡ് നടത്താനുള്ള ഇഡിയുടെ തീരുമാനമെന്നാണ് സൂചന. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കട്ടിളപ്പാളി കേസിലും മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞ സാഹചര്യത്തിലാണ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. കൊല്ലം വിജിലൻസ് കോടതി കർശന ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ദ്വാരപാലക കേസിൽ പോറ്റിക്ക് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. 2 കേസുകളിലും ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് ജയിൽ മോചിതനാകും. ഇതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെ കേസിൽ ഇതുവരെ 4 പ്രതികൾക്ക് ജാമ്യം ലഭിച്ചു. 4 പ്രതികൾ നേരത്തെ പുറത്തിറങ്ങിയിരുന്നു. ദ്വാരപാലക കേസിൽ ഇക്കഴിഞ്ഞ ജനുവരി 21-നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചത്. കർശന ഉപാധികളോടെയായിരുന്നു കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. കേസിൽ ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്നതും സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ടെന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വാദം. ദ്വാരപാലക കേസിൽ ജാമ്യം ലഭിച്ച 1 മാസം പിന്നീട് മുൻപാണ് രണ്ടാമത്തെ കേസിൽ പോറ്റിക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കൂടുതൽ കേസെടുക്കാനുള്ള SITയുടെ നീക്കം പാളി. സാമ്പത്തിക തട്ടിപ്പിൽ കേസുകൾ എടുക്കാനുള്ള നീക്കം SIT ഉപേക്ഷിച്ചു. പരാതിക്കാർ വീണ്ടും വരാൻ തയ്യാറാകാത്തതാണ് തിരിച്ചടിയായിരിക്കുന്നത്. നിലവിൽ റിയൽ എസ്റ്റേറ്റ് ചെക്ക് കേസുകൾ ഒത്തുതീർപ്പായി. കോടതിയിൽ തിരിച്ചടിയാകുമെന്നും SIT വിലയിരുത്തുന്നു. പുതിയ പരാതിക്കാരെ കണ്ടെത്താനാവാത്തതും തിരിച്ചടിയാണ്. ഇതോടെ പുറത്തിറങ്ങുന്ന പോറ്റിയെ അറസ്റ്റ് ചെയ്യാനാവില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു ആണ് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന ആദ്യ ആൾ. ദ്വാരപാലക കേസിൽ ജാമ്യം ലഭിച്ചതിന് പിന്നാലെ കട്ടിളപ്പാളി കേസിലും മുരാരി ബാബുവിന് ജാമ്യം ലഭിക്കുകയായിരുന്നു. കൊല്ലം വിജിലൻസ് കോടതിയായിരുന്നു ജാമ്യം അനുവദിച്ചത്. റാന്നി കോടതി പരിധിയിൽ പ്രവേശിക്കരുത്, അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ ഹാജരാകണം, തെളിവുകൾ നശിപ്പിക്കുക തുടങ്ങിയ വ്യവസ്ഥകളോടെയായിരുന്നു കോടതി ജാമ്യം മുന്നോട്ട് വെച്ചത്. പയ്യന്നൂരിൽ പാർട്ടി ഫണ്ട് തട്ടിപ്പ് ആരോപിച്ച സംഭവം പ്രാദേശികമായ വിഷയം മാത്രമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ആരോപണം ഉന്നയിച്ച മുൻ ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണന് ഓരോ ദിവസവും മറുപടി നൽകാൻ കഴിയില്ല എന്നും അതൊരു പ്രാദേശിക വിഷയമാണെന്നും അത് അവിടെ പരിഹരിക്കണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. നിങ്ങൾ കുഞ്ഞികൃഷ്ണ എന്ന് ജപിച്ചോളൂ, തങ്ങൾക്കൊരു ഉത്കണ്ഠയും ഇല്ല എന്നും MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് കൂട്ടിച്ചേർത്തു. അതേസമയം വിശ്വാസിക്ക് സഖാവാൻ കഴിയില്ല എന്ന സംസ്ഥാന നേതാവ് ഉമർ ഫൈസി മുക്കത്തിന്റെ പ്രസ്താവനയോട് MV ഗോവിന്ദൻ പ്രതികരിച്ചു. സഖാവ് എന്നതുകൊണ്ട് തങ്ങൾ ഉദ്ദേശിക്കുന്നത് സഹപ്രവർത്തകൻ എന്ന് മാത്രമാണ്. ഉമർ ഫൈസി എന്താണ് അർത്ഥമാക്കിയതെന്ന് അറിയില്ല എന്നായിരുന്നു MV ഗോവിന്ദന്റെ പ്രതികരണം. താൻ ലീഗ് വിരോധിയാണ്, സഖാവാണ് എന്നൊക്കെ പറയുന്നത് തെറ്റായ പ്രചരണമാണെന്നും ഒരു വിശ്വാസിക്ക് സഖാവാകാൻ കഴിയില്ല എന്നും ഉമർ ഫൈസി മുക്കം പറഞ്ഞിരുന്നു. ഉമർ ഫൈസിയെ വഖഫ് ബോർഡിലേക്ക് എടുത്തത് സംബന്ധിച്ച ചോദ്യത്തിന് അതൊക്കെ നമ്മൾ എടുക്കുമെന്നും വിശ്വാസികൾക്കായി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് തങ്ങളുടേതെന്നും ഗോവിന്ദൻ പറഞ്ഞു. വിശ്വാസികളെ ഒഴിവാക്കി വർഗീയതയ്ക്കെതിരായി പോരാടാൻ സാധിക്കില്ല. വർഗീയതയെ എതിർക്കാൻ വിശ്വാസികൾ ഉൾപ്പെടെ ചേർത്താണ് തങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അണ്ടർ-19 ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ അഫ്ഗാനിസ്ഥാനെ 7 വിക്കറ്റിന് തകർത്ത് ഇന്ത്യ ഫൈനലിൽ. അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ 311 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യം 41 ഓവറിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ഇന്ത്യ മറികടന്നു. മലയാളി താരം ആരോൺ ജോർജിന്റെ തകർപ്പൻ സെഞ്ചുറിയാണ് ഇന്ത്യയുടെ ഈ വിജയത്തിന് അടിത്തറ പാകിയത്. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ നിശ്ചിത 50 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 310 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യ 41 ഓവറിൽ ലക്ഷ്യം മറികടക്കുകയായിരുന്നു. ആരോണാണ് മത്സരത്തിലെ താരം. സമ്മർദ്ദമേറിയ സെമി ഫൈനലിൽ ഉത്തരവാദിത്തത്തോടെ ബാറ്റ് വീശി ആരോൺ ജോർജ് സെഞ്ചുറിയോടെ കളം നിറഞ്ഞു. 104 പന്തുകളിൽ നിന്ന് 15 ഫോറുകളും 2 സിക്സറുകളും അടക്കം 115 റൺസ് നേടിയാണ് താരം പുറത്തായത്. ആരോൺ പുറത്താകുമ്പോഴേക്കും ഇന്ത്യ വിജയത്തിന് തൊട്ടടുത്തെത്തിയിരുന്നു. വൈഭവ് സൂര്യവംശി, നായകൻ ആയുഷ് മാത്ര എന്നിവരും ഇന്ത്യൻ നിരയിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചു. ഓപ്പണിംഗിൽ വൈഭവ് സൂര്യവംശിയും ആയുഷ് മാത്രയും ചേർന്ന് വെറും 9.3 ഓവറിൽ 90 റൺസ് കൂട്ടിച്ചേർത്ത് ഇന്ത്യക്ക് സ്വപ്ന തുല്യമായ തുടക്കം നൽകി. ആയുഷ് മാത്രയും ആരോൺ ജോർജും ചേർന്ന് രണ്ടാം വിക്കറ്റിൽ 114 റൺസിന്റെ മികച്ച പാർട്ണർഷിപ്പ് പടുത്തുയർത്തി. ഇതോടെ ഇന്ത്യൻ സ്കോർ 200 കടന്നു. ആരോൺ ജോർജും വിഹാൻ മൽഹോത്രയും ചേർന്ന് മൂന്നാം വിക്കറ്റിൽ 96 റൺസ് കൂട്ടിച്ചേർത്തതോടെ ഇന്ത്യ ജയം ഉറപ്പാക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK-യിൽ കവൻട്രിയിൽ നിന്നും കാണാതായ തിരുവനന്തപുരം സ്വദേശി വിഷ്ണു ജയകുമാർ മരണപ്പെട്ട നിലയിൽ. മൃതദേഹം കണ്ടെടുത്തത് ഇന്നലെ വൈകുന്നേരത്തോടെ കവൻട്രി പട്ടണത്തിലെ സ്വാൻവെൽ തടാകത്തിൽ നിന്നും. അധികം ആഴമില്ലാത്ത തടാകത്തിൽ വിഷ്ണുവിന്റെ മൃതദേഹം കിടന്നിട്ടും അത് കണ്ടെത്താനാകാതെ പോയത് ബ്രിട്ടീഷ് പോലീസിന്റെ അനാസ്ഥ എന്ന ആക്ഷേപം ശക്തമാകുന്നു. സുഹൃത്തിനൊപ്പം പോയ വിഷ്ണുവിനെ കാണാനില്ല എന്നറിയുന്നത് 2 ദിവസത്തിനു ശേഷം.
ബ്രിട്ടനിൽ മലയാളികളടക്കമുള്ള വിദേശികൾക്ക് സ്ഥിര താമസത്തിന് അപേക്ഷിക്കാനുള്ള 5 വർഷത്തെ കാലാവധി 10 വർഷമായി ഉയർത്താനുള്ള നീക്കത്തിനെതിരെ പാർലമെന്റിൽ കടുത്ത പ്രതിഷേധം. പാർലമെന്റിൽ ശക്തമായ ഭാഷയിൽ എതിർപ്പ് അറിയിച്ച് ആഷ്ഫോർഡിൽ നിന്നുള്ള ലേബർ എംപിയും മുൻ NHS നഴ്സുമായ സോജൻ ജോസഫ് 5 വർഷം കൊണ്ട് സ്ഥിരത കൈവരിക്കുമെന്ന് കരുതിയെത്തുന്നവർക്ക് കാലാവധി വർദ്ധിപ്പിക്കുന്നതിലൂടെ ഉണ്ടാകുന്നത് മാനസികവും സാമ്പത്തികവുമായ ഗുരുതര പ്രത്യാഘാതങ്ങൾ. കാനഡയിൽ ടൊറന്റോ പോലീസിലെ ചില ഉദ്യോഗസ്ഥർക്ക് വൻകിട ക്രിമിനൽ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തൽ. നഗരത്തിലെ ക്രിമിനൽ ശൃംഖലകളും ചില പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധമെന്ന് റിപ്പോർട്ട്. പോലീസിന്റെ പക്കലുള്ള അതീവ രഹസ്യ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ ക്രിമിനലുകൾക്ക് ചോർത്തി നൽകി. സംഭവം വിവാദമായതോടെ കുറ്റാരോപിതരായ ഉദ്യോഗസ്ഥർക്കെതിരെ ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചതായി ടൊറന്റോ പോലീസ്. ഇറാനും US-ഉം തമ്മിലുള്ള ആണവ ചർച്ചകൾ വെള്ളിയാഴ്ച ഒമാനിൽ വെച്ച് നടക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. ആണവ ചർച്ചകൾ ഒമാനിൽ വെച്ച് നടത്താമെന്ന് ഇറാൻ സമ്മതിച്ചത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ച സാഹചര്യത്തിൽ. ചർച്ചകൾക്ക് മുന്നോടിയായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയോട് ഇറാനെ ആണവായുധം വികസിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന മുന്നറിയിപ്പ് നൽകി അമേരിക്കൻ പ്രസിഡന്റ്. ലൈംഗിക കടത്തു കേസിലെ മുഖ്യപ്രതി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട രേഖകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ ഡൊണാൾഡ് ട്രംപിന്റെ വിവാദ പ്രതികരണം. എപ്സ്റ്റീൻ വിഷയം വിട്ടുകളയേണ്ട സമയമായെന്ന് അമേരിക്കൻ പ്രസിഡന്റ്. വിഷയം അവസാനിപ്പിക്കാനുള്ള ട്രംപിന്റെ ശ്രമം വിജയിക്കില്ല എന്നും അന്വേഷണം തുടരുമെന്നും കോൺഗ്രസ്. അന്വേഷണ നടപടികളിൽ തൃപ്തിയില്ല എന്ന് എപ്സ്റ്റീൻ ഇരകളിൽ ഒരാളായ ലിസ ഫിലിപ്സ്. ക്ലിന്റൺ ദമ്പതികളുടെ മൊഴിയിൽ എപ്സ്റ്റീൻ വിവാദം വീണ്ടും രാഷ്ട്രീയ ചൂടുപിടിക്കും. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രസംഗിക്കാൻ അനുവദിക്കാതെ വനിതാ എംപിമാർ. മോദിക്ക് പ്രസംഗിക്കാൻ സാധിക്കാതെ വന്നത് പ്രതിപക്ഷത്തെ വനിതാ എംപിമാരുടെ പ്രതിഷേധത്തെ തുടർന്ന്. കരസേനാ മുൻ മേധാവി MM നരവനെയുടെ ഓർമ്മക്കുറിപ്പിലെ വരികൾ വായിക്കാൻ രാഹുൽ ഗാന്ധിക്ക് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷ ബഹളം. വനിതാ എംപിമാരുടെ പ്രതിഷേധം ശരിയായത് ചെയ്യുക എന്നെഴുതിയ ബാനർ ഉയർത്തിപ്പിടിച്ച്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയിലിൽ കഴിയുന്ന മുൻ തന്ത്രി കണ്ഠരര് രാജീവര് പണം നിക്ഷേപിച്ചുവെന്ന ആരോപണം ഉയർന്ന തിരുവല്ലയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ED പരിശോധന. ED പരിശോധന നടത്തിയത് നെടുമ്പറമ്പ് ഫിനാൻസ് എന്ന ധനകാര്യ സ്ഥാപനത്തിൽ. അന്വേഷണം തന്ത്രി കണ്ഠരര് രാജീവർക്ക് സ്ഥാപനത്തിൽ നിക്ഷേപമുണ്ടെന്ന CPM സംസ്ഥാന കമ്മിറ്റി അംഗം KP ഉദയഭാനുവിന്റെ പരാമർശത്തിൽ. സ്ഥാപന ഉടമ NM രാജുവിന്റെ വീട്ടിലും ED പരിശോധന. ഫിനാൻസിൽ തന്ത്രി നിക്ഷേപിച്ചിരുന്നത് 2.5 കോടിയോളം രൂപ. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കട്ടിളപ്പാളി കേസിലും മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം. കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത് അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞ സാഹചര്യത്തിൽ. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് ജയിൽ മോചിതനാകും. കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത് കർശന ഉപാധികളോടെ. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.